നമസ്കാരം. ടുഡേ ഫ്രഷ് മീഡിയയുടെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. വടക്കൻ മലബാറിന്റെ ഹൃദയഭൂമിയിൽ കളരിയുടെയും കാവിൻ്റെയും പെരുമയുമായി നിലകൊള്ളുന്ന ഒരു പുണ്യഭൂമിയെപ്പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗ്. മാടായിക്കാവ്, തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ മാടായിക്കാവിനെ പറ്റിയുള്ള എൻ്റെ ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ, ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുമല്ലോ. ഭദ്രകാളിയുടെ ഉഗ്രരൂപം കുടിയിരിക്കുന്ന ഒരിടമാണ് മാടായിക്കാവ്. ഭക്തിയുടെയും ഭയത്തിൻ്റെയും വികാരങ്ങൾ നിറയ്ക്കുന്ന കരിങ്കല്ലിൽ തീർത്ത ഈ ക്ഷേത്ര ചുവരുകൾക്ക് നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ദാരുവിഗ്രഹമായ ഭഗവതിയുടെ മുന്നിൽ നടക്കുന്ന കോഴിവെട്ടും ശക്തിപൂജകളും മാന്ത്രികത നിറഞ്ഞ ഒരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പൂരക്കളിയുടെ ഉന്മാദത്തിൽ ആടിത്തിമിർക്കുന്ന ദേശക്കാർ ഒരു കാലഘട്ടത്തിൻ്റെ ഊർജ്ജസ്വലതയെ പുനരാവിഷ്കരിക്കുന്നു. ശിവന്റെ ശ്രീകോവിലിന് അല്പം തെക്കുമാറി ഭദ്രകാളിയുടെ ഗർഭഗൃഹം. ശ്രീകോവിലിൻ്റെ മുഖം പടിഞ്ഞോട്ടാണ്. ശ്രീകോവിലിൽ 3 വിഗ്രഹങ്ങളുണ്ട്. മാടായിക്കാവിലെ ഭദ്രകാളിയുടെ വിഗ്രഹം ആസന രൂപത്തിലാണ്, അതായത് ഇരിക്കുന്ന ദേവി. സുവർണപീഠത്തിലിരിക്കുന്ന ദേവി വിഗ്രഹത്തിന് 8 അടിയോളം ഉയരമുണ്ട്. ദിവ്യ ആയുധങ്ങൾ ധരിച്ച 8 തൃക്കരങ്ങൾ, വളഞ്ഞ കിരീടം, ചെത്തിപ്പൂമാല, ചുവന്ന പട്ട്, സ്വർണ്ണാഭരണ വിഭൂഷണങ്ങൾ, വലതുകാൽ നിലത്തുകുത്തി ഇടതുകാൽ ദാരുകാസുരനെ ചവിട്ടി ശൂലം കൊണ്ട് വധിക്കുന്ന നിലയിലാണ് പ്രതിഷ്ഠ. വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കടിശർക്കര യോഗത്തിലാണ്. ദേവിയുടെ 3 തരത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. കടിശർക്കര യോഗത്തിൽ തീർത്ത മൂലബിംബം, ലോഹത്തിൽ തീർത്ത ശീവേലി ബിംബം, അഭിഷേകത്തിനുള്ള അർച്ചനാബിംബം. മാടായിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉൾവശങ്ങളിലേക്ക് ഫോട്ടോ എടുക്കാൻ അനുവാദം ഇല്ലാത്തതിനാൽ കൂടുതൽ വിവരണങ്ങൾ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. കേരളത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളിലെ ഒരു പ്രധാന ചരിത്ര കഥയാണ് മാടായിക്കാവിനുള്ളത്. അതിങ്ങനെയാണ്. കേരളത്തെ സൃഷ്ടിച്ചതിന് ശേഷം പരശുരാമൻ തൻ്റെ ഉളി ഉപയോഗിച്ച് ഒരു കാളിയുടെ വിഗ്രഹം കടലിൽ നിന്നും ശിലയിൽ കുത്തിയെടുത്തു എന്നും ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തേടി അദ്ദേഹം നടന്നപ്പോൾ മാടായിപ്പാറയിൽ വെച്ച് ആ ഉളി താഴെ വീഴുകയും അവിടെ വെച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നും ഐതിഹ്യ കഥകളിൽ പറയുന്നുണ്ട്. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. മാടായിക്കാവിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. ദാരു വിഗ്രഹം എന്നറിയപ്പെടുന്ന മരം കൊണ്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രത്യേകത. മലബാറിലെ മറ്റ് കാവുകളിൽ എന്ന പോലെ മാടായിക്കാവിലും കോഴിവലിയും പടച്ചോറ് അർപ്പിക്കലും പ്രധാന വഴിപാടുകളാണ്. ഇവിടുത്തെ ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് പൂരക്കളിയും മാരിത്തെയും വളരെ പ്രസിദ്ധമാണ്. ഈ ക്ഷേത്രം മാടായി ഗ്രാമത്തിൻ്റെ സംരക്ഷകയായി അറിയപ്പെടുന്ന ഭഗവതിയുടെ വാസസ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ ആരാധനാലയമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെയും ആചാരങ്ങളുടെയും ഒരു ഉത്തമ ഉദാഹരണവുമാണ്. ഈ മാടായിക്കാവിൻ്റെ കഥകളുമായി മറ്റൊരു കഥകൾ കൂടി ഞാൻ പറയാം. കണ്ണൂരിലെ തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം. അദ്ദേഹം മറ്റു പ്രതിഷ്ഠകളുടെ കൂടെ ഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ചിരുന്നു. ഒരിക്കൽ ഇവിടെ ഭദ്രകാളിയുടെ വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി തനിക്കിരിക്കുവാൻ മറ്റൊരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. കോപത്തിൻ്റെ മൂർധന്യത്തിൽ വെളിച്ചപ്പാട് ഇവിടെ കത്തി ജലിച്ചുകൊണ്ടിരുന്ന ഒരു വിറക് കൊള്ളി എടുത്ത് എറിഞ്ഞു. അത് ചെന്ന് വീണത് മാടായിപ്പാറയിലായിരുന്നു അത്രേ. കത്തുന്ന വിറക് പ്രതിഷ്ഠയ്ക്ക് സ്ഥാനം കണ്ടെത്തിയതുകൊണ്ട് ഇവിടം അറിയപ്പെട്ടതുകൊണ്ട് ഇവിടം ആദ്യം തിരുവിറക് കാവ് എന്നും പിന്നീട് തിരുവർക്കാട്ട് കാവ് എന്നും അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം. അങ്ങനെയും കഥകൾ പറയുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 4:30 മുതൽ 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയുമാണ് ക്ഷേത്രനട തുറന്നിരിക്കുക.
കന്നി, തുലാം, വൃശ്ചികം, മകരം, മീനം എന്നീ മാസങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെളുപ്പിന് 2 മണിക്കും നട തുറക്കും. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ പഴയങ്ങാടിയാണ്. പഴയങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രമാണ് ഈ അമ്പലത്തിലേക്കുള്ള ദൂരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.